ഒരു തകർച്ച മാറണമെങ്കിൽ ആ തകർച്ചയുടെ പിന്നിൽ പാപമുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ പാപത്തെക്കുറിച്ച് അനുതപിക്കണം. തെറ്റിപ്പോയെങ്കിൽ കർത്താവിനോട് തെറ്റിപ്പോയി എന്ന് പറയണം. ഏത് കൊടും പാപാവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മളോട് ക്ഷമിക്കും, മാപ്പ് തരും. കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മളെ പുനരുദ്ധരിക്കും. എത്ര കൊടും പാപിയാണെങ്കിലും നമ്മളെ വീണ്ടും വീണ്ടും ഈശോ കഴുകി വിശുദ്ധീകരിക്കും. പാപം ഒരിക്കലും ശരിയാണെന്ന് പറഞ്ഞ് ജീവിക്കരുത്. അതായത് ഒരു തെറ്റിൽ കഴിഞ്ഞിട്ട്, ഒരു പാപത്തിൽ ജീവിച്ചിട്ട് ഉണ്ടാവുന്ന തകർച്ചകളെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് പുരട്ടി അത് സുഖപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. എപ്പോഴാണെങ്കിലും ആരിലാണെങ്കിലും പിശാച് കയറി വരുന്നതിന് ഒരു ഡോറുണ്ടാവും. നമ്മളായിട്ട് തുറന്നിട്ട ഒരു ഡോർ, അതിലൂടെയാണ് പിശാച് കയറുന്നത്. പിശാച് പുറത്തു പോകണമെങ്കിൽ ആ ഡോർ അടയ്ക്കണം. എതിലെയാണോ വെന്റിലേഷൻ, പിശാച് കയറാൻ പിശാചിൻ്റെ എൻട്രി പോയിൻ്റ് ഏതാണോ ആ വാതിൽ അടയ്ക്കാതെ ഒരിക്കലും പിശാച് പുറത്തു പോവില്ല. പാപം ഉണ്ടെങ്കിൽ അത് അനുതപിച്ച് ഏറ്റു പറഞ്ഞാലേ റെസ്റ്റോറേഷൻ നടക്കത്തുള്ളൂ. നമുക്ക് എല്ലാം തിരുത്താൻ ഇപ്പോൾ പറ്റണമെന്നില്ല. 2012 ചെയ്തൊരു കാര്യം 2025 നിന്ന് റീറൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുമോ? പക്ഷേ യു ഹാവ് ടു അക്നോളജ്, കർത്താവെ ഞാൻ അന്ന് ചെയ്തത് തെറ്റാണ്, എനിക്ക് സംഭവിച്ചത് അബദ്ധമാണ്, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കർത്താവ്